ശ്രീ നിജേഷ് അരവിന്ദ് അങ്ങേക്ക് കേൾക്കാമോ? അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമുണ്ടാകുന്നു. നമ്മൾ ദുരന്തബാധിതരെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ വേണ്ടി ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസവും മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏത് ക്യാമ്പിൽ എന്നതടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. സർ, ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വലിയ പരാതി ഉണ്ടായി. നമ്മൾ 4-5 ആളുകളുടെ പരാതി ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ചു. അങ്ങനെ ഒരു പരാതി സ്ത്രീകളടക്കം, കുട്ടികളും അടുത്തുള്ള സ്ത്രീകളടക്കം ഉന്നയിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരാതി പരിശോധിക്കാൻ ആവശ്യമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വില്ലേജ് ഓഫീസിൻ്റെ സ്വാഭാവികമായിട്ട് ചുമതല കൊടുക്കും. അവിടെ പൊതുപ്രവർത്തകർ ആ വിഷയത്തിൽ ഇടപെടും. അങ്ങനെ സർക്കാരും പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ പെട്ടെന്നുണ്ടാവുന്ന, കാരണം ദുരിതാശ്വാസ ക്യാമ്പ് ഉദ്ഘാടനം വെച്ച് തുടങ്ങുന്നതല്ലല്ലോ, പെട്ടെന്നുണ്ടാവുന്നൊരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. അതങ്ങനെ കൊണ്ടുപോവുകയുമാണ് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വേണ്ടത് സാങ്ഷനാണ്, അത് ചെലവഴിക്കാനുള്ള അനുമതിയാണ്, ഇന്നത്തെ കാര്യങ്ങൾ വാങ്ങാനുള്ള അനുമതിയാണ്. സർക്കാർ ആ അനുമതി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ അനുമതി സർക്കാർ കൊടുത്തിട്ടുണ്ട്. നടപ്പിലാക്കാനുള്ള സിസ്റ്റം അവിടെയുണ്ട്. പരാതി ഉണ്ട് എങ്കിൽ ആ പരാതി പരിഹരിക്കാനുള്ള ഒരുപാട് സിസ്റ്റവും ഉണ്ട്. അത് കൃത്യമായി നടന്നു പോകുന്നു. ആർക്കെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ പരാതി പറയുന്നത് തെറ്റാണ് എന്ന അഭിപ്രായമൊന്നുമില്ല. പരാതി വന്നു കഴിഞ്ഞാൽ പരാതി പറയണം, അതിനെ അഡ്രസ്സ് ചെയ്യണം, പരിഹരിക്കണം, മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ. പരാതി ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട ചില പരാതികളെ പറ്റിയൊക്കെ നിങ്ങളും ഞാനും ഒക്കെ കണ്ടതുമാണ്. അപ്പോൾ പരാതികൾ വരട്ടെ, അതിന് പരാതി ഇല്ലാതെ നോക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ക്യാമ്പുകൾ. ഇപ്പോൾ ചില ക്യാമ്പുകൾ തുടങ്ങി, ആ ക്യാമ്പിലേക്ക് വെള്ളം കയറിയാൽ അടുത്ത ക്യാമ്പിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം, നാടിൻ്റെ ചരിത്രം. അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും മോശമാണ്, എല്ലായിടത്തും പ്രശ്നമാണ് എന്നൊരു ആഖ്യാനം രൂപീകരിക്കേണ്ടതുണ്ടോ എന്ന് അത് പറയുന്ന ആളുകൾ ചിന്തിക്കുക. കേരളത്തിലെ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. മുന്നോട്ട് ഭാവിയിലേക്ക് ഇത് വരാതിരിക്കാൻ നമ്മൾക്ക് മനുഷ്യസാധ്യമായിട്ട് എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യത്തെപ്പറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്രേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇപ്പോൾ ശ്രീ നിജേഷ് അരവിന്ദ്, അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം കൃത്യമായി നടന്നു പോകുന്നുണ്ട് എന്നതാണ്. കൃത്യമായി നടക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് 200-ലധികം ദുരിതാശ്വാസ കേന്ദ്രങ്ങളുണ്ട്. ഇതിൽ പൊതുവായി എല്ലായിടത്തും പ്രശ്നമാണെന്നൊരു ആഖ്യാനം ആരുണ്ടാക്കുന്നുണ്ട് എങ്കിലും അത് വാസ്തവ വിരുദ്ധമാണ്. അങ്ങനെ ഒരു നിലപാട് എനിക്കുമില്ല, ഈ സ്ഥാപനത്തിനുമില്ല. അപ്പോൾ എവിടെയെങ്കിലും പക്ഷേ അത്തരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമെന്ന നിലപാട് എനിക്കുമുണ്ട്, ഈ സ്ഥാപനത്തിനുമുണ്ട്. അതുകൂടി പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏകോപന ചുമതല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെയും ഏകോപന ചുമതല MLA-മാർക്കാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. അപ്പോൾ MLA-മാരോട് സ്വാഭാവികമായും ചോദിക്കാം. ഇനിയിപ്പോൾ നോക്കൂ, കൃത്യമായത് നടന്നു പോകുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ ശരിയാണ്, ദുരിതാശ്വാസ ക്യാമ്പ് ഉദ്ഘാടനം നടത്തിയല്ല പോകുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്ര സമയമെടുക്കണം എന്നൊന്നുണ്ടല്ലോ. ഈ ക്യാമ്പ് തലേ ദിവസം തുടങ്ങിയതാണ്. അവിടെ രാവിലെ ഭക്ഷണം വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സർ, ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷമാണ് അവിടെ, അതായത് രാവിലെ ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല, ഉച്ചയ്ക്ക് 1:30 ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉദ്ഘാടനം നടത്തി വേണോ വിളമ്പാൻ? ചില ഒറ്റപ്പെട്ട വിഷയങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ച് കേരളത്തിലെ ജനങ്ങളോട് മൊത്തമായിട്ട് ക്യാമ്പുകളിലാകെ പ്രശ്നമാണ് എന്ന് പറയാൻ ആർക്കും സാധിക്കും. അവിടെ പരിഹാരമുണ്ടായോ? ഇനി ലേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ആ ലേറ്റായ വിഷയത്തെപ്പറ്റി അന്വേഷിച്ച് നാളെ അത് വൈകാതെ നോക്കുക. ലേറ്റ് ആകുന്നതിൽ മനഃപൂർവമായ അലംഭാവം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുക. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ ഞാനൊരു ജനപ്രതിനിധിയായി നിന്ന ആളാണ്, പൊതുപ്രവർത്തകനായി നിന്ന ആളാണ്. എൻ്റെ വാർഡിനകത്ത് ഒരുപാട് തവണ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കേണ്ടി വന്നിട്ടുണ്ട്. ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആരംഭിക്കും, പിന്നീട് അതിന് സർക്കാരിൻ്റെ സഹായം വരും. ആ സർക്കാരിൻ്റെ സഹായം വന്നാൽ പൊതുപ്രവർത്തകർ ഒരുമിച്ച് കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതിമത ഭേദമന്യേ അല്ലാതെ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുകയാണ് ചെയ്യുക. ഞാൻ താങ്കൾക്ക് വ്യക്തിപരമായിട്ടോ താങ്കളുടെ സ്ഥാപനങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ, അജണ്ടയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല,
അത് തൽക്കാലം എനിക്ക് നോക്കേണ്ട കാര്യവുമില്ല, ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാനുമില്ല. ഇപ്പോൾ മഴ ഏകദേശം ഒന്ന് അടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ആളുകൾ ഒരു സുരക്ഷിതാവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനെ ഇപ്പോൾ പെട്ടെന്നുണ്ടായ സാഹചര്യത്തെയും നമുക്ക് ഫേസ് ചെയ്യണം. നാളുകളിൽ വരാൻ പോകുന്ന സാഹചര്യത്തിനെയും നമ്മൾ ഫേസ് ചെയ്യണം. മാധ്യമങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ അവകാശത്തിനെയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പുറത്ത് സിസ്റ്റത്തിനുണ്ട്. വില്ലേജ് ഓഫീസ് മുതൽ താലൂക്ക് ഓഫീസ് മുതൽ ജില്ലാ കളക്ടർ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങേക്ക് ഭൂതകാലത്തെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നിരന്തരം കോൺഗ്രസ്, അതായത് പ്രതിപക്ഷം, വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാർ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നു എന്ന വലിയ വിമർശനം 10 വർഷം ഉന്നയിച്ചവരാണ് കോൺഗ്രസ്. സാർ, ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വീഴ്ചയുണ്ടാകുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് ലഘൂകരിച്ച് കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് ഈ ചർച്ചയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, സംസ്ഥാനത്ത് എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഈ സ്ഥിതി ഉണ്ട് എന്ന ഒരു അഭിപ്രായം ഈ ചർച്ചയ്ക്കോ ഇല്ല, എനിക്കോ ഇല്ല, എൻ്റെ സ്ഥാപനത്തിനോ ഇല്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. ഇനി എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ വിനു ജോബിൻ്റെ പ്രതികരണം ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യൂ. നിങ്ങൾ ഇതിനെ എന്തിനായി കാണിക്കുന്നതൊക്കെ എനിക്കറിയാം. അതിവിടെ നടക്കുകയില്ല, അതിവിടെ നടക്കുകയില്ല. ഇത് ചങ്ങനാശ്ശേരിയാ, ഇത് ചങ്ങനാശ്ശേരിയാ. അതിവിടെ നടക്കുകയില്ല, അത് നടക്കുകയില്ല. ഭക്ഷണം അത് ഞങ്ങൾ ചെയ്തോളാം, അത് ഞങ്ങൾ ചെയ്തോളാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അതിവിടെ വേണ്ട കേട്ടോ. ഇന്നലെ ഒന്നും എവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കണ്ട. ശരി മതി. ശ്രീ നിജേഷ് അരവിന്ദ്, അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് 1:30-ക്ക് ശേഷമാണ് റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്യുന്നത്. 1:30-ക്ക് ശേഷമാണ്. 1:30 എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന 2 നേരങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ആ വിവരം അറിഞ്ഞു വന്ന MLA അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിക്കുക അല്ലേ വേണ്ടത്? എന്തുകൊണ്ട് ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഭാഷയിൽ അതിന്റെ ക്യാമ്പ് ഓഫീസറോ ഉത്തരവാദിത്തപ്പെട്ട ആരോ അവരോട് അത് ചോദിക്കുകയല്ലേ വേണ്ടത്? മാധ്യമപ്രവർത്തകരോട് ഇത് ചങ്ങനാശ്ശേരിയാ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ എന്തോ ചെയ്തു കളയും എന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് ഇതൊക്കെ ചെയ്തു. കോൺഗ്രസ് ഭൂതകാലത്തെ ഓർമ്മിക്കണം. കോൺഗ്രസ് 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനതയോട് സംവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനത 10 വർഷം കഴിഞ്ഞപ്പോൾ വളരെ മാന്യമായ ഭൂരിപക്ഷം നൽകി ഈ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ 10 വർഷ ഭൂതകാലം മോശമാണ് എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. പ്രവർത്തനത്തിന് കിട്ടിയ ചെറിയ വിഷയങ്ങളാണെങ്കിലും ഉയർന്നപ്പോൾ അതിലെ മാനുഷികതയും ധാർമ്മികതയും ചൂണ്ടിക്കാണിക്കാതെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, മാധു എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് ഭൂതകാലത്തെ പറ്റി ഓർമ്മയുണ്ടോ എന്നാണ്. എനിക്ക് വളരെ വ്യക്തമായ ഓർമ്മയുണ്ട്. ഈ ഗവൺമെന്റ് ഒരു ബുദ്ധിമുട്ടുമില്ല, അതൊന്നുമല്ല. ഒറ്റപ്പെട്ട സംഭവം എന്ന് കേൾക്കുമ്പോൾ അങ്ങാണ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്ന്. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു 200-ലധികം ക്യാമ്പ്. അല്ല, 465 ക്യാമ്പുണ്ട്. ഈ 465 ക്യാമ്പ് ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനത്ത് മൊത്തമായിട്ടുള്ളതാണ്. ഒരുപാട് ആയിരങ്ങൾ അവിടെയുണ്ട്. അവിടെ ഒരു സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ട് വന്നാൽ, ഇന്നലെ 2 ദിവസം മുമ്പ് ക്യാമ്പ് തുടങ്ങിയ ദിവസം തന്നെ മറ്റൊരു സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ പണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായേനെ എന്ന് പറഞ്ഞു. വൈകുന്നേരം അതേ സ്ത്രീയോട് വീണ്ടും ചോദിച്ച സമയത്ത് പറഞ്ഞു അതൊക്കെ ബിജിലി മോൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ട്. ബിജിലി മോൻ ആരാ? CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ ബിജിലി മോൻ ഇന്നലെ വീണ്ടും പത്രസമ്മേളനം നടത്തിയതും എന്റെയും മാധുവിന്റെയും മുന്നിലുണ്ട്. ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു പറഞ്ഞു എന്നല്ല പറയുന്നത്. അപ്പോൾ ആ തരത്തിലെ ഇവന്റ് മാനേജ്മെന്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ നാട്ടിലാണ് പിണറായി വിജയന്റെ ജാഥ വന്നപ്പോൾ ബാലുശ്ശേരിയിലാണ് ഒരു പാവപ്പെട്ട ഒരാളെ കൊണ്ട് പറയിപ്പിച്ചത്, ഇതെനിക്ക് പെൻഷൻ കിട്ടുന്നില്ല ഇന്നതാണ് എന്ന്. പിറ്റേ ദിവസം അദ്ദേഹം തുറന്നു പറഞ്ഞു, അത് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില നാടകങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ MLA സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രദേശത്ത് വെള്ളം കയറിയപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് സഞ്ചരിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ ഓരോ സ്ഥലത്തും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലയിടത്ത് നിങ്ങൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ആ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇത് ചങ്ങനാശ്ശേരിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി നടന്നു പോകുന്നു എന്ന ആത്മവിശ്വാസം. എനിക്ക് ആ വിഷയത്തെ പറ്റി അറിയില്ല, ആത്മവിശ്വാസത്തിലായിരിക്കും അദ്ദേഹം സംസാരിച്ചത്. എനിക്കറിയില്ല.
ഈ പറയുന്ന പത്തനംതിട്ടയിലെ ആ വയോധികയായ സ്ത്രീയുടെ പ്രതികരണം ഇന്നലെ ഈ ചർച്ചയിലും അതിനുശേഷം മീറ്റ് ദ എഡിറ്റേഴ്സിലും ഉന്നയിച്ച ഒരാളാണ് ഞാൻ. അതായത് 2 അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതിനെ എല്ലാ കാര്യങ്ങളെയും യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. 2 അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകയാണ് ഞാൻ. അങ്ങേക്ക് എങ്ങനെയാണ് ചങ്ങനാശ്ശേരിയിലെ ഇന്നത്തെ ഈ സംഭവത്തെ, അവിടെ എല്ലാം നടക്കുന്നുണ്ട് എന്നൊരു ആത്മവിശ്വാസം MLA-ക്ക് ഉണ്ട് എന്ന് പറയുന്നത്? അദ്ദേഹം ആ ക്യാമ്പിലേക്ക് എത്തുന്നത് രാവിലെ വന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആ ക്യാമ്പിലേക്ക് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടെത്തുന്നത് ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷമാണ്. 1:30-ക്ക് ശേഷം വരെ ആ ക്യാമ്പിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല. അതിനെ എങ്ങനെയാണ് അങ്ങ് നാടകം എന്ന ആ സംഭവത്തെക്കുറിച്ച് വിളിക്കുന്നതാണോ അതോ ഇത്തരം പ്രവണതകളെ വിളിക്കുന്നതാണോ എന്ന് പറയുന്നില്ല. ഞാൻ അങ്ങനെ ആരോപിക്കാനും തയ്യാറല്ല. അവിടെ ഉന്നയിച്ച കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്തുകൊണ്ട് പറഞ്ഞ സ്ത്രീകളെ ആ നിലയ്ക്ക് കാണരുത്. ഞാൻ ഒരിക്കലും ചങ്ങനാശ്ശേരിയിലെ പ്രശ്നത്തെ നാടകം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിൽ കുറച്ച് നാടകങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്യുന്ന സംവിധാനം ചെയ്യുന്ന ആളുകളുണ്ട്, അത്രയേ എഡിറ്റേഴ്സ് പറഞ്ഞു എന്നുള്ളതിനെ പറഞ്ഞു. അല്ല, പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് പറയേണ്ടതില്ല? ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഭരണ സംവിധാനം ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് 400-ലധികം ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അവിടെ എല്ലാത്തിനും ആവശ്യമായ അനുമതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും പാളിച്ചു വന്നാൽ അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പരിഹാരം ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട് എങ്കിൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് പരാതി വന്നാലും അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ സിസ്റ്റത്തിനുണ്ട്. ഞങ്ങൾ അത് പറയും. അതിനെന്താ സംശയം? ഇനി 100-400 ക്യാമ്പുകളിൽ എല്ലാം സുഭിക്ഷമാണ്, ഞാൻ സമ്മതിച്ചു സാർ. പക്ഷെ ചങ്ങനാശ്ശേരി ക്യാമ്പിൽ 2 നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് അല്ല, മാധു പറയുന്നതിനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിങ്ങളാണ് ശരിയെന്നും നിങ്ങളുടെ മീറ്റ് എഡിറ്റേഴ്സിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് വിശ്വാസം തോന്നില്ല. കാരണം കേരളത്തിൽ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്നതാണ്. പത്തനംതിട്ടയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രശ്നമുണ്ട് എന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങയുടെ വാക്കുകളോട് ചേർന്ന് നിന്നാണ് പറയുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, പത്തനംതിട്ടയിലുണ്ടായ സംഭവത്തിൽ 2 അഭിപ്രായം അവർ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞത് അങ്ങയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഞാൻ അങ്ങ് പറഞ്ഞത് മുഖവിലക്കെടുക്കുന്നു, ബഹുമാനിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതുകൊണ്ട് കോട്ടയത്ത് പറയുന്ന കാര്യങ്ങൾ വിശ്വാസ്യതയില്ലാത്തതാകുന്നില്ല. ചങ്ങനാശ്ശേരിയിൽ പറയുന്ന അഭിപ്രായങ്ങളും പരാതികളും വിശ്വാസ്യതയില്ലാതാകുന്നില്ല. നമ്മളേതായാലും യുദ്ധം ചെയ്യാൻ വന്നതല്ലോ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ മാധുവിന് സഹിഷ്ണുതയുണ്ടെങ്കിൽ കേൾക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അഭിപ്രായം പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് പറയുന്നത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയുന്നതിൽ ഒരു പ്രയാസവുമില്ല. നിങ്ങളുടെ മീറ്റ് എഡിറ്റേഴ്സിൽ നിങ്ങളുടെ ചാനലിന്റെ മുതലാളി വന്നിട്ടാണ് പറഞ്ഞത് ഒരു കാരണവശാലും VD സതീശൻ ഗവൺമെന്റ് വരില്ല, കോൺഗ്രസ് വരില്ല, എങ്ങനെ 34-ൽ നിന്ന് എത്തുമെന്നൊക്കെ പറഞ്ഞ കണക്കും ഞങ്ങളുടെ മുന്നിലുണ്ട്. പറഞ്ഞവരുമുണ്ട്. അത് വ്യത്യസ്ത ആശയങ്ങളും അഭിപ്രായങ്ങളും ഉള്ള ഒരു വേദിയാണ്. വ്യത്യസ്ത ആശയങ്ങളുള്ളതാണ്. അതേ വേദിയിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ അഭിപ്രായവും കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞവരെ നിങ്ങൾ കേട്ടില്ലേ? CPM ജയിക്കുമെന്ന് പറഞ്ഞവരെ മാത്രമേ കേട്ടുള്ളൂ. മഹാസംഭവമാണ് എന്നൊരു ധാരണയൊന്നും നിങ്ങൾക്ക് തൽക്കാലം അല്ല. ഇപ്പൊ ഈ വിഷയം, ഈ ചങ്ങനാശ്ശേരിയിലെ വിഷയം ഉന്നയിച്ചതും പുറത്തു കൊണ്ടുവന്നതും ഈ ചാനലാണ്. അതുകൊണ്ട് അങ്ങയുടെ MLA-ക്കും ഈ ചാനലുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകും. മാധ്യമത്തിൽ പ്രവർത്താൽ നിങ്ങളുടെ ആത്മാർത്ഥതയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല മധു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം വിളിച്ച് 7 മണിക്ക് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കില്ലല്ലോ. എനിക്ക് നിങ്ങളുടെ മാധ്യമ വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല, പ്രയാസവുമില്ല. പക്ഷെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയേണ്ടത് പറയും. നിങ്ങൾ എപ്പോഴും ശരിയുടെ പക്ഷത്താണ് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ നോക്കിക്കാണുന്നവര് അത് ഉണ്ടാവില്ല എന്ന് സൂചിപ്പിച്ചതാണ്. എനിക്ക് മാത്രമല്ല, അത് കേരളത്തിൽ നിങ്ങൾക്ക് സർവേ ചെയ്യാം. മാധു, എന്റെ വാക്കിൽ ഭീഷണി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അങ്ങയുടെ MLA-യുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും കഴിച്ചുണ്ടെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നു. ജനപ്രതിനിധിയാണ്.
മാധു അത് മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉറക്കവും ഊണും ഉപേക്ഷിച്ച് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുടെ വികാരങ്ങൾ അതാണ് സർ പൊതുപ്രവർത്തനം. അതിനു വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ഫീൽഡിൽ പ്രവർത്തിച്ചതിന് കണക്ക് പറയാൻ വേണ്ടിയല്ല. അതാണ് ജനപ്രതിനിധി. എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തി മുന്നോട്ട് പോകുന്നവരോട് ചിലപ്പോൾ ആ ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അത് സംസാരിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയിലെ സ്ത്രീകളടക്കം വിശക്കുന്നു എന്ന് പറഞ്ഞതും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും കുത്തിത്തിരിപ്പിന്റെ പട്ടികയിലാണ് വെക്കുന്നത് എങ്കിൽ എനിക്ക് ശരി, അങ്ങയുടെ അഭിപ്രായം, അങ്ങയുടെ രാഷ്ട്രീയ അഭിപ്രായം, അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം. Debate with Madhu Saji.